യേശുവിൻ്റെ ദൗത്യ ആരംഭം വിവരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ജെറൂസലേമിലെ സിനഗോഗിൽ യേശു കടന്നു ചെന്ന് ഇസയാസ് ദീർഘദർശിയുടെ ചുരുൾ നിവർത്തുന്നു. അതിൻ്റെ 61-ാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് പരസ്യമായി വായിക്കുന്നു. ആ ഭാഗം ഇപ്രകാരമായിരുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേചനം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇപ്രകാരം പുസ്തകം വായിച്ചതിന് ശേഷം അത് അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിക്കുന്നു. യേശു തൻ്റെ ഇരിപ്പിടത്തിലേക്ക് തിരികെ പോകുന്നു. പിന്നീടുള്ള വാക്യമാണ് ഏറെ ശ്രദ്ധേയം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം: സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവർ ശ്രദ്ധയോടെ അവനെ ശ്രവിക്കുന്നു, അവനെ ഉറ്റുനോക്കുന്നു. എന്നും മിശിഹായെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ക്രൈസ്തവൻ്റേത്. കാരണം മിശിഹ ലോകത്തിലേക്ക് കടന്നു വന്നത് ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഈ മോചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നാം അവിടുത്തെ ഉറ്റുനോക്കണം. യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാർ അവിടുത്തെ അനുഗമിക്കുക, അവിടുന്ന് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കണ്ടുകൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള ഭാഗത്ത് ഈ ആദ്യ ശിഷ്യന്മാരുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. തുടർന്ന് അവർ ചോദിക്കുകയാണ്, റബി, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുക, വന്ന് കാണുക. തുടർന്ന് യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നു, അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. യോഹന്നാൻ സുവിശേഷകൻ കാണുക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വെറും കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച മാത്രമല്ല ഉദ്ദേശിക്കുക, ഹൃദയം കൊണ്ടുള്ള അനുഭവമാണ്. അങ്ങനെ ഹൃദയം കൊണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള ഒരു കാണലാണ്, ഒരു അനുഭവമാണ് ഒരു ശിഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുക. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു കുരിശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ അവൻ്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പാർശ്വം പിളർക്കപ്പെടുന്നു. അങ്ങനെ
പടയാളികളൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആ മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്രകാരം യേശുവിനെ ദർശിക്കുന്ന ശിഷ്യൻ കണ്ണുകൾ തുറക്കപ്പെടുന്ന അനുഭവമുണ്ടാകണം. ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആ വികാരത്തോടു കൂടി ആയിരിക്കണം കാണുക. ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരു രാജാവിന് വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിക്കുന്നു. ആ രാജകുമാരനെ അങ്ങനെ സ്നേഹവാത്സല്യത്തോടുകൂടെ ഈ രാജാവ് വളർത്തി. പക്ഷേ ഈ രാജകുമാരന് ഒരു കുറവുണ്ട്. എപ്പോഴും ഒരു 90 ഡിഗ്രിയുള്ള ഒരു വളവ്, ഒരു കൂന്. രാജാവ് പലതരത്തിലുള്ള ചികിത്സ നടത്തി, മരുന്നും മന്ത്രവും ഒന്നും ഫലിച്ചില്ല. ഈ രാജകുമാരൻ്റെ വളവ്, ഈ കൂന് അങ്ങനെ ഉണ്ടായി. രാജാവിന് വളരെയേറെ ബുദ്ധിമുട്ടായി, പ്രയാസമായി, സങ്കടമായി. കാരണം തൻ്റെ അനന്തരാവകാശി, ഈ രാജ്യം ഭരിക്കുന്ന അടുത്ത രാജാവ് ഒരു കൂനുള്ള രാജാവായി തീരുമല്ലോ. അദ്ദേഹം പലരോടും ഈ കൂന് മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള സാധ്യതയെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ മന്ത്രി വന്ന് പറഞ്ഞു, ഞാനൊന്ന് പരിശ്രമിക്കട്ടെ. രാജാവ് പറഞ്ഞു, ഏറെ സന്തോഷം. മന്ത്രി ചെയ്തത് ഇപ്രകാരമാണ്. രാജകൊട്ടാരത്തിന് സമീപമുള്ള പൂന്തോട്ടത്തിൽ ഒരു പ്രതിമ നിർമ്മിച്ചു. ഈ രാജകുമാരൻ്റെ തന്നെ പ്രതിമ. വളരെ ഓമനത്വമുള്ള കോമളമുഖം ആ പ്രതിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം വ്യത്യാസം. രാജകുമാരന് ജന്മന ഉള്ള ആ കൂനിന് പകരം ഈ പ്രതിമ വളരെ നേരെ നിൽക്കുന്ന യുവാവായ ആ കുമാരൻ്റെ, ആ രാജകുമാരൻ്റെ അതിസുന്ദരമായ ഒരു പ്രതിമ. അങ്ങനെ ഈ പൂന്തോട്ടത്തിൽ ഈ സുന്ദരനായ യുവ രാജകുമാരൻ്റെ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഓരോ ദിവസവും പല പ്രാവശ്യം ഈ രാജകുമാരനെ ഈ പൂന്തോട്ടത്തിൽ മന്ത്രി കൊണ്ടുപോകും. എന്നിട്ട് ഈ രാജകുമാരൻ ഈ പ്രതിമയെ നോക്കാൻ അനുവദിക്കും. അപ്പോൾ രാജകുമാരൻ വളരെ ബന്ധപ്പെട്ട് ഇപ്രകാരം കൂനി തല ഉയർത്തി സാവധാനം ഈ പ്രതിമയെ നോക്കും. അങ്ങനെ എല്ലാ ദിവസവും ഈ പ്രവൃത്തി തുടർന്നു പോന്നു. വർഷം 2-3 കഴിഞ്ഞപ്പോൾ ഈ രാജകുമാരൻ്റെ കൂന് സാവധാനം മാറിക്കൊണ്ട് അയാൾ ഈ പ്രതിമയെപ്പോലെ തന്നെ നിവർന്നു നിൽക്കുവാനായത്രേ. നാം നോക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂനുകൾ, നമ്മുടെ ബലഹീനതകൾ, പോരായ്മകൾ മാറ്റം വരണം. സംഖ്യാപുസ്തകത്തിലെ അതിശ്രദ്ധേയമായ ഒരു വിവരണമുണ്ട്. മോശ ഉണ്ടാക്കിയ ഒരു പിത്തള സർപ്പം മരുഭൂമിയിൽ ഒരു വടിയിൽ ഉയർത്തി നിർത്തിയതായ വിവരണം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇപ്രകാരമാണ്. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. സർപ്പദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. മരുഭൂമിയിൽ മോശ ഉയർത്തിയതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ കാൽവരി മലയിലെ കുരിശിൽ യേശുവിനെ
പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്നത്. ആ കുരിശിലേക്ക് നോക്കുന്നവർ ജീവിതത്തിൻ്റെ പുതിയ അനുഭവം സ്വന്തമാക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. യേശുവിൻ്റെ ആ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമാകണം. ആ കാൽവരിയിലെ കുരിശിലേക്ക് കണ്ണുകളുയർത്തിക്കൊണ്ട് നാം നോക്കുമ്പോൾ നമ്മുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ദൃഷ്ടി ആ ക്രിസ്തുവിലേക്ക് പായിക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിലെ ബലഹീനതകളും പോരായ്മകളും തിന്മകളുടെ ചാഞ്ചല്യങ്ങളും അകന്നുകൊണ്ട് ജീവൻ സമൃദ്ധമായി അനുഭവിക്കുവാൻ നമുക്ക് ആകുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഈയിടെ വായിക്കുവാനിടയായി. ഡാനിയൽ ഗോൾമൻ്റെ ഫോക്കസ് എന്ന പുസ്തകം, ദ ഹിഡൻ ഡ്രൈവർ ഓഫ് എക്സലൻസ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായ ഈ പുസ്തകം, പ്രത്യേകിച്ച് ഡാനിയൽ ഗോൾമൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകമാണ് ദ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഇത് അദ്ദേഹം 2013 ഇറക്കിയ പുസ്തകമാണ്. അതിൻ്റെ ആരംഭ ചാപ്റ്ററിൽ തന്നെ അദ്ദേഹം പറയുക, ജീവിതത്തിൽ എന്നും ഈ ഒരു ഫോക്കസ്, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ നോട്ടം എന്നും ഒരേ പോയിന്റിൽ ആയിരിക്കുമ്പോഴാണ് ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് പോകുവാനാകുക. അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വെൻ എ പിക് പോക്കറ്റ് മീറ്റ്സ് എ സെയിൻറ്റ് ഓൾ ഹി സീസ് ആർ ദ പോക്കറ്റ്സ്. ഒരു പോക്കറ്റടിക്കാരൻ ഒരു വിശുദ്ധനെ കാണുമ്പോഴും ആ പോക്കറ്റടിക്കാരൻ നോക്കുക ആ വിശുദ്ധൻ്റെ പോക്കറ്റുകളിലേക്കാണ്. കാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം പോക്കറ്റടി എന്നത് തന്നെയാണല്ലോ. ഡാനിയൽ ഗോൾമൻ ആർതർ ഷോപ്പനോറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ജീനിയസ് ഹിറ്റ്സ് ദ ടാർഗറ്റ് അതേഴ്സ് ഡു നോട്ട് സീ. യഥാർത്ഥ ബുദ്ധിമാൻ എന്നും മറ്റുള്ളവർ കാണാത്തത് കണ്ടുകൊണ്ട് എന്നും ആ ഫോക്കസോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ്. ജീനിയസ് ഹിറ്റ്സ് ദ ടാർഗറ്റ് അതേഴ്സ് ഡു നോട്ട് സീ. ജീനിയസ് എന്നും ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. തുടർന്ന് അദ്ദേഹം ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ ഐതിഹാസികനായ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റീവ് ജോബ്സിനെ പറ്റി വിവരിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ കോബൂൺ കീനോ എന്ന ഒരു സെൻ അധ്യാപകൻ്റെ അടുത്തു ചെന്നു. ആ അധ്യാപകൻ അല്ലെങ്കിൽ ആ ഗുരു, ആ സന്യാസി സ്റ്റീവ് ജോബ്സിനോട് ഉപദേശിച്ചത്, എന്നും ജീവിതത്തിൽ ആവശ്യമായത് ഈ ഒരു ഫോക്കസാണ്, ഈ ഒരു അറ്റൻഷൻ. നമ്മുടെ ദൃഷ്ടി എന്നും യഥാർത്ഥമായി ജീവിതത്തിൽ പതിയേണ്ടത് ഈ ഒരു ഏകാഗ്രതയോടുകൂടിയുള്ള ഏകലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം. അങ്ങനെ സ്റ്റീവ് ജോബ്സ് തൻ്റെ ഈ പരിശീലന കാലഘട്ടം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ ആപ്പിൾ ഡെസ്ക്ടോപ്പ് നിർമ്മിക്കുന്നത്. അതിനുശേഷം ഈ അദ്ദേഹവും അനുചരന്മാരും കൂടെ ചെയ്യുക, ഏറ്റവും എളുപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ എപ്രകാരം സാധാരണ വ്യക്തികൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആ തത്വം, ആ ഒരു ഫോക്കസോടുകൂടെ പ്രവർത്തിക്കുക വഴി ഐപാഡ്, ഐഫോൺ എന്നിവ നിർമ്മിക്കുവാൻ തുടങ്ങി, സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ. അങ്ങനെയാണ് സ്റ്റീവ് ജോബ്സ് വീണ്ടും ഈ ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതും വലിയ ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഡാനിയൽ ഗോൾമൻ ഈ ഫോക്കസ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഈ പ്രതിപാദ്യ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെയും ആധ്യാത്മിക രംഗത്ത് അനുദിന ജീവിത വിജയത്തിനായി ഉപയുക്തമാക്കുവാൻ സാധിക്കും. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഫോക്കസ് എന്നും ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനെ ഉറ്റുനോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. അവിടുന്ന് മിശിഹായാണെങ്കിൽ
ആ മിശിഹായുടെ മോചനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെ അനുദിന ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ആ ജീവൻ്റെ സമൃദ്ധി എന്നും അനുഭവിക്കാനാകും. പത്രോസിൻ്റെ അനുഭവം 3 വട്ടം തള്ളിപ്പറയുമ്പോഴും നാഥൻ നൽകിയ ആ കരുണാകടാക്ഷം ഈ മനുഷ്യന് അനുഗ്രഹമായി മാറുന്നു. നാം ഉറ്റുനോക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ കടാക്ഷം നമ്മിലേക്ക് കടന്നു വരുവാനും ഇടയാകണം. ക്രിസ്തുവിൻ്റെ ദൃഷ്ടിപഥത്തിൽ നമ്മുടെയും ജീവിതം കടന്നു വരുമ്പോൾ ജീവിതത്തിന് തന്നെ വലിയ ഒരു മാറ്റം, വ്യത്യാസം, വ്യതിയാനം ഉണ്ടാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി പറയുന്ന ആ ഭാഗത്തെപ്പറ്റി ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ 2 വാക്കുകളിൽ ചുരുക്കുന്നത് ഇപ്രകാരമാണ്: ജീസസ് ലുക്ഡ് ആൻഡ് ദ വാട്ടർ ബ്ലഷ്ഡ് എന്ന്. യേശുവിൻ്റെ ആ കടാക്ഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിന് തന്നെ വലിയ ഒരു മാറ്റം സംഭവിക്കുന്നു. അതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. യേശുവിൻ്റെ ആ കടാക്ഷത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടത്. സുപ്രസിദ്ധ ഗാനരചയിതാവായ മൈക്കിൾ പനക്കലച്ചൻ്റെ അനുഗ്രഹീതമായ ആ ഒരു ഗാനം, അതിൻ്റെ ആദ്യ വരി ഓർത്തു പോവുകയാണ്: സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ നാഥനെ നോക്കി ജീവിക്കേണ്ടതാണ്. ഒരു സൂര്യകാന്തി പുഷ്പം എന്നും സൂര്യനെ നോക്കി ജീവിക്കുന്നത് പോലെ അങ്ങനെ യേശുവിലേക്ക് ഫോക്കസ്ഡായ, യേശുവിലേക്ക് നോക്കി നിൽക്കുന്നതായ ജീവിതം എന്നും യേശുവിൻ്റെ കൃപാവരത്തിലേക്ക് നീങ്ങുന്നു. യേശുവിൻ്റെ ജീവിതം പോലെ ആയി മാറുന്നു. സാധുവായ മർത്യനിൽ എന്നും കാരുണ്യം അനുഭവിക്കുകയും നമ്മുടെ സ്വസഹോദരങ്ങളോടൊപ്പം സഹോദരങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ചൈതന്യം നിറയുന്നു. പത്രോസിൻ്റെ അനുഭവം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും ആ മനുഷ്യന് പുതിയ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുക ആ യേശുവിൻ്റെ കരുണാകടാക്ഷം വീണ്ടും ലഭിക്കുമ്പോഴാണ്. നമ്മുടെ ദൃഷ്ടികൾ ക്രിസ്തുവിലേക്ക് ഉറ്റുനോക്കുകയും ക്രിസ്തുവിൻ്റെ കടാക്ഷം നമ്മിലേക്ക് പതിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം എന്നും പരിവർത്തനത്തിൻ്റെ പാതയിൽ ആയിരിക്കും. എന്നും മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നുകൊണ്ട്, മറ്റുള്ളവരെ കരുതലോടുകൂടെ അവരെ പരിഗണിച്ച് ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ നമ്മുടെയും ജീവിതമെന്നും ആ നാഥൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധിയിൽ ആയിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഉറ്റുനോക്കിക്കൊണ്ടുള്ള ഒരു സുഹൃത ജീവിതം ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. ഞങ്ങളുടെയും ജീവിതത്തിലെ ബലഹീനതകളും പോരായ്മകളും കൂടുതൽ മനസ്സിലാക്കുവാൻ, ഞങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കുവാനും എന്നും ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുവാനും ഞങ്ങൾക്ക് വരം തരണമേ. എന്നും ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ ജീവിതമെന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹ സാന്നിധ്യമായി മാറുവാൻ വരം തരണമേ. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. നമ്മുടെ കണ്ണുകൾ ആ മലമുകളിൽ സ്ഥാപിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് ഉറ്റുനോക്കാം. ക്രിസ്തു നമ്മെ കടാക്ഷിക്കും. അവിടുത്തെ കൃപകൾ നമ്മിൽ വർഷിക്കും. നമ്മുടെയും ജീവിതമെന്നും പുഷ്പിച്ച് ഒരു വസന്തമായി നിലകൊള്ളും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.